ഓരോ ദിവസവും എത്ര പെട്ടെന്നാലേ പോകുന്നത്. അങ്ങനെ ഇന്നത്തെ സന്ധ്യാനേരമായിട്ടോ. അപ്പം നമുക്കിനി വിളക്ക് കത്തിക്കാം. അപ്പം ഞാൻ വിളക്കൊക്കെ നന്നായി തുടച്ചെടുത്ത് അവിടെ ആ ഒരു സ്ലാബ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം മോർണിംഗ് നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമല്ലോ. അപ്പം അതിൻ്റെ പൊടിയൊക്കെ അവിടെ കിടന്നിട്ടേ നിറയെ പൊടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞ് ചന്ദനത്തിരിയും എല്ലാം ഇങ്ങനെ കത്തിക്കുവാണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത്. ഇതിങ്ങനെ ഇത് ഞാൻ കൽപ്പാത്തി രഥോത്സവത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അഫോർഡബിൾ റേറ്റിൽ നമുക്കിത് ഓൺലൈനിലൊന്നും കിട്ടാനില്ല. അപ്പോൾ അവിടെ നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. നല്ല യൂസ്ഫുൾ ആണ്. നമ്മുടെ വീട് മൊത്തത്തിൽ നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചൊരു സൂപ്പ് ഉണ്ടാക്കാം. അതൊരു വെജ് സൂപ്പാണ്. ഇത് എന്തോ ഓഫറിന് ഇട്ടിരുന്നപ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. കാരണം ഇപ്പം നല്ല തണുപ്പല്ലേ. അപ്പോൾ ഈ തണുപ്പത്ത് നല്ലൊരു സൂപ്പൊക്കെ കുടിച്ചാൽ അത്യാവശ്യം നമുക്ക് തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. കാരണം രാഹുലേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ വരുമ്പോൾ ചിക്കൻ വാങ്ങിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗോതമ്പ് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചിക്കൻ കൊണ്ടുവന്നു. കുറച്ച് ചിക്കൻ നമ്മൾ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കിലോ അങ്ങനെ അത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. അതും ഇടയ്ക്കൊക്കെയാണ് ചിക്കൻ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ വാങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ചപ്പാത്തിയും ചിക്കനും. ചിക്കൻ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ചായ ഞാൻ നന്നായിട്ട് ആറ്റിയെടുക്കുകയാണ്. ഇങ്ങനെ പതിഞ്ഞു വരണം കേട്ടോ ചായ. അതാണ് ടേസ്റ്റ് അതിൻ്റെ. ഇന്നത്തെ എൻ്റെ ചായ ഞാൻ സ്പെഷ്യൽ ആക്കിയത് ജിഞ്ചർ ചേർത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആറ്റിയെടുത്തു. പിന്നെ ഇതിൽ യൂസ് ചെയ്തേക്കുന്ന ചായപ്പൊടി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ച അതേ ചായപ്പൊടി തന്നെയാണ്. എന്നിട്ട് ഈ ഗ്ലാസ്സിന് മേലോട്ട് ചായ ഇങ്ങനെ പതഞ്ഞു വരണം. അപ്പോഴാണ് നമുക്ക് കുടിച്ചൊരു ഫീല്, ചായ കുടിച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ചെറിയുള്ളി, ജിഞ്ചർ, ഗാർലിക്, കുരുമുളക്, ഉണക്കമുളക്, പിന്നെ പെരിഞ്ചീരകം, പിന്നെ പൊടികളായിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും ഐറ്റംസ് നമ്മൾ ഈ ജാറിലോട്ട് ഇട്ടിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം നന്നായി പൊടിയണമെന്നൊന്നും നിർബന്ധമില്ല. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. എന്നിട്ട് വേണം കേട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് പുളിയുള്ള കേട് ഞാൻ യൂസ് ചെയ്ത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഈ ഒരു പേസ്റ്റിലോട്ട് വേണം ചിക്കൻ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ചപ്പാത്തി പരത്തി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കിയിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചത്. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ആവല്ല ചെയ്യുക. അതിന്റെ വെള്ളം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആവും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ അടപ്പ് തുറന്ന് വെച്ചിട്ട് ചിക്കൻ നല്ലപോലെ വറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അത് നന്നായിട്ട് വറ്റിയെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നിട്ട് അത് നല്ലപോലെ ഈ ഒരു പരിവായി കിട്ടും. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇതിന്റെ സോഫ്റ്റ്നെസ് കണ്ടോ, അടിപൊളിയാണ്.